ആലപ്പുഴ പട്ടണത്തിൻ്റെ ഗതകാല പ്രൗഢിയുടെ പ്രതീകങ്ങളിൽ മുഖ്യമായിരുന്ന ആലപ്പുഴ ബോട്ട് ജെട്ടി ഇനി ഓർമ്മ മാത്രമാണ്. ആലപ്പുഴ മൊബിലിറ്റി ഹബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കോടതി പാലം നവീകരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ചാണ് ആലപ്പുഴ ബോട്ട് ജെട്ടി കെട്ടിടം ഇപ്പോൾ പൊളിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് സർവീസ് നടത്തിയിരുന്ന ബോട്ടുകളെല്ലാം KSRTCക്ക് സമീപമുള്ള മാതാ ജെട്ടിയിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനത്തിലേക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14 മുതൽ മാറ്റിയിരിക്കുകയാണ്. മൊബിലിറ്റി ഹബ്ബ് പ്രോജക്റ്റ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ബോട്ട് ജെട്ടി പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാകുമെന്ന വാഗ്ദാനങ്ങളുണ്ടായിരുന്നെങ്കിലും ഇനി അതിനുള്ള സാധ്യത തുലവും കുറവാണ് എന്നാണ് നഗരവാസികളൊക്കെ തന്നെ വിശ്വസിക്കുന്നത്. അഥവാ ബോട്ട് ജെട്ടി തിരിച്ച് പഴയ സ്ഥാനത്ത് വന്നാൽ തന്നെ ഈ ചരിത്ര സ്മാരകമായിരുന്ന ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ബോട്ട് ജെട്ടി സമുച്ചയം അത് ഓർമ്മ മാത്രമായി അവശേഷിക്കും. 85 വർഷത്തെ പഴക്കമുള്ള ഈ ബോട്ട് ജെട്ടിയുടെ സർവീസിൻ്റെ അവസാന ദിവസത്തെ വൈകുന്നേരത്തെ വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത്. 1940 ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ബോട്ട് ജെട്ടിക്ക് മാറ്റങ്ങൾ പലതവണ വന്നു. എന്നാൽ കെട്ടിടം അതുപോലെ നിലനിർത്തി വരികയായിരുന്നു. ആദ്യകാലത്ത് സ്വകാര്യ കമ്പനികളുടെ കൈവശമായിരുന്നു ഈ ബോട്ട് ജെട്ടി. സ്വകാര്യ ഏജൻസികൾ ചേർന്ന് രൂപവൽക്കരിച്ച ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ് ആദ്യമായി ആലപ്പുഴയിൽ നിന്ന് ബോട്ട് സർവീസ് നടത്തുന്നത്. അന്ന് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കും എറണാകുളത്തേക്കും കൊല്ലത്തേക്കും പാഴ്സൽ സർവീസുകൾ ഉണ്ടായിരുന്നു. 1968 കോർപ്പറേഷനെ സർക്കാർ ഏറ്റെടുത്ത് ജലഗതാഗത വകുപ്പിന് തുടക്കം കുറിച്ചു. നിലവിൽ വെളുപ്പിന് 5:30 മുതൽ രാത്രി 9:30 വരെ 110-120ഓളം സർവീസുകളാണ് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും വലിയൊരു കൗതുക കാഴ്ചയായിരുന്നു ഈ ബോട്ട് ജെട്ടി. ഗൃഹാതരത്വം ഉണർത്തിയിരുന്ന ഈ ബോട്ട് ജെട്ടി ഇവിടുന്ന് മാറുമെങ്കിലും പുതിയൊരു വികസനം ഇവിടെ പകരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.